തരുമായിരിക്കും അല്ലേ? ആ, ഇന്ന് സ്കൂൾ തുറന്നല്ലേ ഉള്ളൂ, മിക്കവാറും തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ദൈവമേ, എനിക്ക് പേടിയാവുന്നു. നല്ല എളുപ്പമുണ്ടായിരുന്നല്ലോ, നീ എന്തിനാ പേടിക്കുന്നേ? ഓ, ആ ടീച്ചർ മാർക്കും തരത്തില്ലടി. ചോക്ലേറ്റ് ആണോ? എവിടെ ചോക്ലേറ്റ്? അല്ല, വേണോന്ന് ചോദിച്ചല്ലോ, എന്റെ കയ്യിലില്ല, വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതാ. എവിടെ ചോക്ലേറ്റ്? ഇത്ര നേരം ഞങ്ങളോട് തരാൻ വയ്യല്ലോ. അളിയല്ല ചുമ്മാ പറഞ്ഞത്, വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞതാ. ആണോ? ഞങ്ങൾക്ക് വേണം, പോയി വാങ്ങിച്ചോണ്ടാ. ഇന്ന ഒരു സമയത്ത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതാ. എന്റെ പടച്ചോനെ, എടി മാക്സിന് എന്താണെങ്കിലും പൊട്ടുന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. ഞാനും പൊട്ടും പെണ്ണേ, എനിക്ക് ഒരു ഉറപ്പുമില്ല. അതൊക്കെ കള. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഓ, ഓണമെല്ലാം അടിച്ചു പൊളിച്ചില്ലേ? ഈ പാത്തു ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തില്ല കേട്ടോ. എന്താടി പിങ്കി, നീ ഓണത്തിന് എന്നെ വേണ്ടി സദ്യ കഴിക്കാൻ വരാന്ന് പറഞ്ഞത് പറ്റിച്ചില്ലേ? അത് പിന്നെ ചിത്രയുടെ വീട് അടുത്ത് കിടന്നുണ്ട്, ചിത്രയുടെ വീട്ടിലോട്ട് പോയടി. സോറി അടി. ഒരു സോറിയും പറയണ്ട, ഞാൻ നിന്റെ അടുത്ത് പിണക്കവാ. കട്ടി 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 കട്ടി. ഏയ് കുട്ടി, എന്റെ ദൈവമേ, ദേ നെക്സ്റ്റ് ടീച്ചറോട് ചട്ടി പേപ്പറായിട്ട് തോ വരുന്നു. എന്നാത്തിനാ ഈ ടീച്ചർ ഈ പേപ്പർ മുക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേ? നമ്മളെ കൊല്ലാൻ, അല്ലാതെ എന്തിനാ? എടി രുക്കു, ഞാൻ നിന്നോട് കാര്യം ആവശ്യപ്പെട്ടത് എനിക്ക് സഹായം ചെയ്തു തരോ? സഹായോ? എന്ത് സഹായം? എടി, ഈ മാത്സ് പീരീഡ് ഞാൻ ഒന്ന് ക്ലാസ്സിൽ ഒളിച്ചിരുന്നോട്ടാടി, നീ എന്നെ സഹായിക്കോടി. എന്റെ ദൈവമേ, ഒന്നാമത് ഈ ക്ലാസ്സിൽ പിള്ളേരെല്ലാം നമുക്ക് പാരയാ. പിന്നെ ഇത്രയും നേരം നിന്നെ കണ്ടിട്ട് ഒരു നിമിഷം കൊണ്ട് നിന്നെ കണ്ടില്ലെങ്കിൽ പിള്ളേർ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയാവോ? എടി, എന്തായാലും വേണ്ടൂല, എനിക്ക് അവരെ കയ്യിൽ നിന്ന് കണ്ടി മേടിക്കാൻ വയ്യടി. ഇപ്പൊ എന്താ ചെയ്യാ? എടി പെണ്ണ്, നീ പേടിക്കണ്ട, ഞങ്ങള് പൊട്ടും. എടി, എനിക്ക് പേടിയാവണടി, എനിക്ക് ഇവിടെ ഒളിച്ചിരുന്നേ പറ്റൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു താടി. എടി ചിത്ര, നീ ഇല്ലെങ്കിൽ എനിക്ക് ഒരു ധൈര്യവും കാണത്തില്ല കേട്ടാ. മണ്ണം കേട്ടോ, ഒന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു താ പെണ്ണേ കൊണ്ട്. പേപ്പർ വെച്ചോണ്ട് അവിടെ വെളിയിൽ നിൽക്കുന്നു. എന്റെ ദൈവമേ, എന്തെങ്കിലും ഐഡിയ പറയാടിരിക്കൂ. ടീച്ചർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് അവർ അടി കൊണ്ട് ചാവാൻ വയ്യ. എന്തെങ്കിലും ഐഡിയ പറഞ്ഞു താടി. മേശയിലടിയിലല്ലേ? ഓക്കെ എടി, എന്നെ ആരും പറഞ്ഞു കൊടുക്കല്ലേ. എടി പെണ്ണെ, എടി പോവല്ലേ, എനിക്ക് പേടിയാവുന്നടി. ഒന്ന് പോടി, എനിക്ക് അടി മേടിക്കാനൊന്നും വയ്യ. ഞാൻ മേശടി വിളിച്ചിരിക്കാൻ പോവാ. ഒറ്റ മനുഷ്യൻ പറയാതിരുന്നാ മതി. പിക്കി പിക്കി പിക്കി, ഒന്ന് ഒതുങ്ങിക്കേ പിക്കി. എടി, നീ എന്റെ അടിയിലൊന്നും എനിക്ക് ഞാൻ പറഞ്ഞൊന്നും കൊടുക്കത്തില്ല. ഞാൻ അങ്ങോട്ട് കേറി വന്നോണ്ടല്ലോ, രണ്ടിന്റെ കഴുത്തിൽ ധരിച്ചു നിക്കി കളഞ്ഞേ. ചേടാ, അവൾ അടി രക്ഷപ്പെട്ടു പോയല്ലോടി. എന്താടി? ചിത്രയുടെ അടുത്ത് എന്റെ നോട്ട് ഉണ്ടോ എന്ന് തരാൻ പറയോ? ഒന്ന് പറയല്ലേ, ഞാൻ പോയി തുറ. ദൈവമേ, അവൾ പോയോ? ഇങ്ങോട്ട് പോയി. ചാകാൻ പോയിന്ന് പറയാടി. ഓ, ഭയങ്കര ബുദ്ധി. എടി പെണ്ണെ, ഞാൻ അങ്ങോട്ട് കേറി വന്നോണ്ടല്ലോ. അതെ, അത് അവക്ക് നല്ല വയറുവേദന, നല്ല വയറിളക്കോ. അവള് ബാത്റൂമിൽ പോയിരിക്കുക. ഓ, ഭാഗ്യം, ഇപ്പൊ വരുമല്ലോ. ഈ പീരീഡ് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. വയറുവേദനയല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ചുമ്മയിലെ ക്ലാസ് ഒരു നാറ്റം. ആ കൊച്ചിന് ഭയങ്കര വയറുവേദനയെന്നാ പറയുന്നേ. കുറച്ച് മീമിക്കാണ്ട്. എന്താ വരുന്നോ? എവിടെ ഇരുന്നോളൂ, എവിടെ ഇരിക്കുന്നത് പറഞ്ഞു കൊടുത്താണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാം ഇരിക്കും മക്കളെ. വേറെ വന്നില്ലേടോ? കുറച്ച് പിള്ളേർക്ക് ആബ്സെന്റ് ആണല്ലോ. ചിത്രയുടെ പേരെടുത്ത് ചോദിക്കാതിരുന്നാ മതിയായിരുന്നു. ഒന്നിട്ട് പിള്ളേർക്ക് ആബ്സെന്റ് ആണല്ലോ. എന്താ പേപ്പർ ഇട്ടൊന്നും പേടിച്ചാണ് ആരും വരാതെ? എന്താടോ, ആർക്കൊരു നാക്കൊന്നും മുക്കൊന്നും ഇല്ലേ? എടാ, ഇത്ര നേരം അവിടെ ഇരുന്ന് ചിത്രയെ കാണാനില്ലടാ. സംസാരത്തിന് ഒരു കുറവുമില്ല. സംസാരിക്കാൻ മഹതികളെ കൊണ്ട് ഇരുത്തി കൊടുത്താൽ മതി. ചന്ത അടക്കം കാണിക്കോളും. ഒരാ മാർക്കുകൾ വാങ്ങിച്ച ചേച്ചികളെ കാണണം. എന്തിനാണോ നീയൊക്കെ ഇങ്ങോട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് വരുന്നേ? എന്താ, കൂട്ടുകാരി വന്നില്ലേ? ചിത്രക്കുട്ടി ടീച്ചറെ, അവള് വന്നായിരുന്നു. അവക്ക് വയറിളക്കോന്നും പറഞ്ഞ് താഴെ ബാത്റൂമിൽ പോയിരിക്കാ ടീച്ചറെ. ഓ, പേടിച്ച് വയറിളവിയതായിരിക്കും. അത്രയ്ക്കാണല്ലോ മാർക്ക്. കലിപ്പിലാണല്ലടി. നമ്മളെല്ലാരും പൊട്ടിയിട്ടുണ്ടോ? അതാ ടീച്ചർ ഇത് ചാട്ടാൻ ചാടുന്നേ. ഞാൻ പറഞ്ഞു കൊടുക്ക് ചിത്രേ, നീ ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം. പ്ലീസ് ചതിക്കരുത്. ചതിക്കില്ലേടി? ചതിക്കും. നീ എന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ ചാണകക്കുഴിയിൽ തള്ളിയിട്ടില്ലേ? ആണോ? മാളോട് എന്താ കുഞ്ഞു വർത്താനം പറയുന്നേ? എന്തോ
ഒറ്റയ്ക്കാണെങ്കിൽ വർത്താനം പറഞ്ഞോളൂ. തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ പിള്ളേരെ നിങ്ങൾക്ക്? പേര് വിളിക്കുന്നൊരു മേശപ്പുറത്തോട്ട് വന്നോളാം. അയ്യേ വഴി കിട്ടി അങ്ങനെ തന്നെ വേണം നിനക്ക്. ഓഹോ കാണിച്ചു തരാടി ഇതിനെ. മാളു നീ എന്തിനാ ചെറുത് കുരുങ്ങിയിരുന്ന് നോക്കുന്നേ? നേരെ ഇരിക്കുന്നേ അങ്ങോട്ട്. സൗകര്യമില്ല ഇപ്പൊ എല്ലാം പറഞ്ഞു കൊടുക്കും. ഈ പെണ്ണെ വല്ല പറഞ്ഞു കൊടുത്താണ്ടല്ല നിന്റെ ചാണകുടി പിന്നെ ഞങ്ങൾ മുക്ക് നോക്കിക്കോ. ഓഹോ എനിക്ക് മുക്കുന്ന എനിക്കൊന്ന് കാണണം. ടീച്ചറേ എന്റെ ദൈവമേ എടി പെണ്ണെ മിണ്ടാതിരിക്ക്. എന്താ മാളോ? ടീച്ചറെ ഈ ചിത്രം ഇവിടെ മേശനടി ഒളിച്ചിരിക്കുന്ന ടീച്ചറെ. പേപ്പർ കൊണ്ടുവരുമെന്ന് പേടിച്ച്. എന്താ കുട്ടി പറയുന്നേ? അതെ ടീച്ചറെ ഈ ചിത്രം മേശനടി ഒളിച്ചിരിക്കുന്ന ടീച്ചറെ. മാത്സ് പേപ്പർ കൊണ്ടുവരുമെന്ന് പേടിച്ചിട്ടാ. ഓഹോ കൂട്ടുകാരെല്ലാം ഒളിപ്പിച്ചെടുത്തിരിക്കണല്ലേ എന്റെ അടിയില്. അത് പിന്നെ ടീച്ചറെ എന്താ പറയാനാ ടീച്ചർ, ഞാൻ ഇപ്പൊ വന്ന് കയറതേ ഉള്ളു ടീച്ചറെ. ഒന്ന് കളവ് പറയാൻ തുടങ്ങി 4 കൂടി. അതിന്റെ ഇടയ്ക്ക് വിളിച്ചിരിക്കണല്ലേ. ഇങ്ങോട്ട്. അയ്യോ ടീച്ചറെ നമ്മളെ ടീച്ചറെ പ്ലീസ് ടീച്ചറെ വയറുവേദനയുണ്ടും മേശനടിക്കാരിരുന്നേ ടീച്ചറെ. എന്റെ വയറുവേദന കാണിച്ചു തരാം. ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട്. അമ്പടി കള്ളി എന്റെ ദൈവമേ ഈ പെണ്ണിന്റെ അപ്പഴേ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കല്ലേ വെള്ളിട്ടിറങ്ങി വാ കേട്ടാ. കാണിച്ചു തരാം നിന്നെ. അമ്പടി കള്ളികളെ നിന്റെ അടിയിലായിരുന്നോ ബാത്റൂം? ആ ഞങ്ങൾ സാധാരണ ഇതിന്റെ അടിയിലാ പോവാറുള്ളത്. ചുമ്മാ ടീച്ചർ ചെവി പൊക്കി എടുത്തോണ്ട് പോയത് ആണോ? അയ്യോ വലിയ തമാശക്കാരി. ഇങ്ങനെ തന്നെ വേണം. ടീച്ചറെ ഒന്നും ചെയ്യല്ലേ ടീച്ചറെ. പേടിച്ചിട്ടാ ടീച്ചർ അങ്ങനെ കയറിയിരുന്നത്. തന്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിൽ വന്ന് കള്ളത്തിന് തുടങ്ങിയല്ലേ. അയ്യോ ടീച്ചറെ അമ്മയുടെ അടുത്ത് പറയല്ലേ ടീച്ചറെ. ഇത്ര മേശ അടിയിലല്ലേ കയറുന്നത്. ഇനി മേശ പുറത്ത് കയറി നിൽക്ക്. ഞാൻ എച്ചമ്മിനെ വിളിച്ചിട്ട് വരട്ടെ. അയ്യോ ടീച്ചറെ എന്നൊന്നും ചെയ്യല്ലേ ടീച്ചറെ. സോറി ടീച്ചറെ. മേശപ്പുറത്ത് കയറി നിൽക്കണോ അങ്ങോട്ട്? അയ്യോ ടീച്ചറെ സോറി ടീച്ചറെ. കമ്മെടുക്കുന്ന മേശപ്പുറത്ത് കയറി നിൽക്കുന്നോ? അവിടെ നിൽക്ക്. ഇത്ര നേരം മേശ അടിയിലല്ലേ ഇരുന്നത്. ഞാൻ എച്ചമ്മിനെ വിളിച്ചിട്ട് വരട്ടെ. ടീച്ചർമാർക്ക് ഒരു ബഹുമാനം കൊടുക്കത്തില്ല. തലഹാരം